കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ വള്ളിത്തോട് പെരിങ്കരിയിലെ ചങ്ങഴശ്ശേരിയിൽ ജസ്റ്റിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് തലശ്ശേരി അതിരൂപത. 3 വർഷം മുമ്പുണ്ടായ ദുരന്തത്തിൽ ചെറിയ മക്കളുമായി ജീവിതം ദുരിതത്തിലായ ജസ്റ്റിൻ്റെ ഭാര്യ ജിനിക്ക് അതിരൂപത കോർപ്പറേറ്റ് ഏജൻസിക്ക് കീഴിലുള്ള ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായി ജോലി ലഭിച്ചു. ജിനിയുടെ സങ്കട സാഹചര്യം സൺഡേ ഷാലോം ഓൺലൈനിലൂടെയാണ് ലോകം മനസ്സിലാക്കിയത്. അപ്പ എന്നെ അടിക്കുമ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഞാൻ പിണങ്ങിപ്പോവും. അപ്പം അപ്പായി വന്ന് എന്നെ എടുക്കും. ആരുമില്ലാതൊക്കെ പറയും. ഞാൻ വീണു പോയപ്പോൾ എൻ്റെ ബോധം പോയി. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് സ്വപ്നം കാണുമെന്ന് വിചാരിച്ചേ. ആ കുടുംബത്തിൻ്റെ നിസ്സഹായതയും വേദനയും തിരിച്ചറിഞ്ഞ തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഇടപെട്ടാണ് ജോലി ലഭ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം ജിനി ജോലിയിലും പ്രവേശിച്ചു. 2021 സെപ്റ്റംബർ 26 ഞായറാഴ്ച ബൈക്കിൽ പള്ളിയിലേക്ക് പോകുകയായിരുന്ന ജസ്റ്റിനെയും ഭാര്യയെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ജസ്റ്റിൻ ദാരുണമായി കൊല്ലപ്പെടുകയും ജിനിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഓടിക്കൂടിയ രാഷ്ട്രീയക്കാർ വാഗ്ദാന പെരുമഴ തന്നെ ഒഴുക്കി. എന്നാൽ യാതൊന്നും സംഭവിക്കാത്തിടത്താണ് അതിരൂപതയുടെ കാരുണ്യപൂർവമായ ഇടപെടൽ. സർക്കാരും വനം വകുപ്പും മുഖം തിരിച്ച സാഹചര്യത്തിൽ പെരിങ്കരി ഇടവക സമൂഹം വികാരി ഫാദർ സജി അട്ടയങ്ങാട്ടിലിൻ്റെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ സന്ദർശിക്കുകയും ജസ്റ്റിൻ്റെ ഭാര്യ ജിനിക്ക് ജോലി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു. അതിരൂപതയുടെ ഈ കാരുണ്യം ആ കുടുംബത്തെ മാത്രമല്ല നാടിനെ തന്നെയാണ് സന്തുഷ്ടിയിലാക്കിയിരിക്കുന്നത്. എല്ലാവരും കൈവിടുമ്പോൾ ദൈവം ചേർത്ത് പിടിക്കും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായി ഇനി എല്ലാ കാലവും ഈ സംഭവം വാഴ്ത്തപ്പെടും.